സീറോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? ജിപ്ഷ. സ്ഥലം? ട്രിവാൻഡ്രം. പാർവതി. എറണാകുളം. ട്രിവാൻഡ്രം എറണാകുളം തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ നമുക്ക് 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്? ബാക്കിയല്ല, ആരെങ്കിലും നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കത്തില്ലേ? പക്ഷെ ഈ ഒരു സാധനം അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കത്തേ ഇല്ല. എന്താണ്? വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അടിക്കുന്ന ഒരു സാധനമാണ്. ബോറടി. കറക്റ്റ് ആൻസർ. സൂപ്പർ. അത് ക്ലാപ്പ് കൊടുക്കും. നിങ്ങൾ പരസ്പരം രണ്ടുപേരേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാപ്പ് ചെയ്യുക. അതൊന്നും ഓർമ്മ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? ഈ ഒരു റേഷൻ കടയിൽ കിട്ടത്തേ ഇല്ല. സാധാരണ റേഷൻ കിട്ടുമല്ലോ കടയിൽ. ഈ ഒരു റേഷൻ കടയിൽ കിട്ടത്തില്ല, വേറൊരു സ്ഥലത്ത്. കടയിൽ കിട്ടാത്ത റേഷൻ. കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? ഹോസ്പിറ്റലിൽ കിട്ടും. പക്ഷെ ഹോസ്പിറ്റലിലോ? ആ റേഷൻ ഏതാണ്? അങ്ങനെയൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലിൽ കിട്ടും ഈ ഒരു റേഷൻ. അറിയില്ല. ഓപ്പറേഷൻ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? കല്യാണം. കറക്റ്റ് ആൻസർ ആണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ല, എങ്കിലും അറിയാം എന്താണെന്ന്. അപ്പോൾ രണ്ടുപേരും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ വീതം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും പൂക്കാത്ത മാവ് ഏതാണ്? ഒരിക്കലും ഈ മാവ് പൂക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും ഈ ഒരു മാവുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും പുറത്തു വരത്തില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു വരും. നമുക്കൊക്കെ പേടിയുള്ളൊരു സാധനം. മാവ് ഭയങ്കര പേടിയാ. രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കൊക്കെ പേടിയാണ് ഈ സാധനം. മാവ്. അതെന്ത് മാവ്? ആത്മാവ്. കറക്റ്റ് ആൻസർ. ഒരിക്കലും പൂക്കാത്ത മാവ്. അടുത്ത ക്വസ്റ്റ്യൻ, പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി അറിയാമോ? അതെന്താ? പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പ വഴി. കുസൃതി ചോദ്യാ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള രസകരമായ ആൻസർ എനിക്ക് തരണം. കൂടാനുള്ള എളുപ്പം. എന്തെങ്കിലും ക്ലൂ പറയേച്ചി? ഇതിലെ ക്ലൂ ഒന്നും ആൻസർ ആയി പോവും. ഒരു പ്രത്യേകതരം ആൾക്കാരുടെ കൂടെ നിന്ന് പൊക്കം കൂടും. പൊക്കം കുറഞ്ഞ ഭയങ്കര ക്ലൂ ആയിപ്പോയല്ലേ. 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട്. എന്നറിയും? ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു അക്ഷരം വരും. ക്രൗഡല്ല. ധാരാളം ഐ അല്ല. അതുപോലത്തെ അക്ഷരങ്ങൾ പറയും. ഡി അല്ല. കൂടി നിൽക്കുന്ന ഇംഗ്ലീഷ് ഒരക്ഷരം മാത്രമേ ഉള്ളൂ. ധാരാളം ആളുകൾ കൂടി നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. സാധാരണ ധാരാളം ആളുകൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി നിൽക്കുമ്പോൾ അവിടെയുള്ള ചുമതലപ്പെട്ടവർ പറയും, അങ്ങനെ നിൽക്കൂ. ക്യൂ. 4 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം, പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല. അപ്പോൾ മുത്തശ്ശി എങ്ങനെ മൈദ പൊടിക്കും? മുത്തശ്ശി പൊടിക്കണ്ട. എന്തിനിപ്പോ മൈദ പൊടിക്കണ്ട? ഗോതമ്പ് വെച്ച് വെക്കണല്ലേ. മുത്തശ്ശിക്ക് മൈദ പൊടിക്കണം, പക്ഷെ ഒരു തോണി പോലും ഇല്ല. ഒരു പുഴ കടന്ന് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോൾ മുത്തശ്ശി എങ്ങനെയാ മൈദ പൊടിക്കും? ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. അടുക്കളയിലൊക്കെ കയറുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാവും. എന്താ ചേച്ചി മുത്തശ്ശിക്ക് മൈദ പൊടിക്കണം? കണ്ടുകൊടുത്ത ആക്ഷൻ. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കണം, ഒരു പുഴ കടന്നു വേണം പോവാൻ, കടയിൽ പോവാൻ. പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല. പക്ഷെ മുത്തശ്ശി എങ്ങനെ പോകും? തോണിയോ പാലോ ഒന്നും ഇല്ല. തോണി പോലും ഇല്ല. മൈദ പൊടിക്കണം. അപ്പൊ എന്നായും? അതെ ഞാൻ ചോദിച്ചു. അതെന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു.
എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ മുദ്ര എടുത്ത് മുട്ടി അടുത്തയാളും. മൈദ പൊടിക്കണം എന്നറിയോന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ക്ലൂ പറയിച്ചു. ക്ലൂ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് ആൻസർ. മൈദ വെച്ച് പൊടിക്കണം. മൈദ വെച്ച് പൊടിക്കണം. മൈദ എന്താ സംഭവം? മൈദ പൊടിയല്ലേ, അപ്പൊ പൊടിക്കണ്ടല്ലോ. അത് തന്നെ. ഇത്രയും ചിന്തിച്ചില്ല. ഇവിടെ തുല്ലൊക്കെ ഇട്ട് അവിടെ ഹാർഡാക്കി നിന്ന്. എനിക്കറിയത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ പോവാ. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു അപകടം ഏതാണ്? സോറി, ക്വസ്റ്റ്യൻ തെറ്റ്. ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഞാൻ പറഞ്ഞു. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം എന്നാണ് ചോദിക്കാനുള്ളത്. ആണ് അപകടം ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ്? ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം. വരുമാനമല്ല, വരം. അപ്പൊ ആൻസറിൽ വരം വരും. അതിന്റെ ഫ്രണ്ടിൽ ഒരു സംഭവം കൂടെ ഉണ്ട്. ഫ്രണ്ടില് പണ്ട് നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഓരോ പിള്ളേരൊക്കെ പറയും, നിനക്ക് ഉണ്ടോ എന്നൊക്കെ. വിവരം. എങ്ങനെയാണ് പറയുന്നത്? വിവരം. വായിട്ട് പള്ളി വരയിട്ട് പൂജ ഉണ്ടോ എന്ന് ചോദിക്കുന്ന. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയേ വാങ്ങാറുള്ളൂ. എന്താണ് ആ സാധനം? മുട്ട നമ്മൾ പൊട്ടിച്ച് നോക്കി അത് പൊട്ടോ നോക്കിയിട്ടാണോ വാങ്ങുന്നേ? അല്ല, പൊട്ടോ നോക്കിയേ മേടിക്കാറുള്ളൂ. പൊട്ടുന്നത് മാത്രമേ വാങ്ങാറുള്ളൂ. അതെന്നപ്പാ പൊട്ടുന്നത് നോക്കി മേടിക്കുന്നേ? അത് തന്നെ. ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയേ വാങ്ങാറുള്ളൂ. ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങാറില്ല. വർഷത്തിലൊരിക്കൽ നമ്മൾ വലിയൊരു ആഘോഷമായിട്ട് എടുത്താണ് വാങ്ങുന്നത്. എറണാകുളത്ത് അങ്ങനെ ഇല്ല. നോക്കി. അതെന്ത് സാധനം? ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അതെന്നാ സാധനം? അല്ല, പൊട്ടുന്ന സാധനമാണ്. വർഷത്തിലൊരിക്കൽ. പടക്കം. ഇവിടെയല്ല കൂടുതൽ ആൻസർ പറഞ്ഞേ. എന്തായിരുന്നു പേര്? ജിപ്ഷ. എന്തൊരു പേരുടെ. ഇപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ജിപ്ഷയാണ്. ജിപ്ഷയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. ലാസ്റ്റ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.